നീ നിന്റെ തരക്കാരോട് പോയി കളിക്കടാ, അല്ലെങ്കിൽ കിടക്കാരോട് പോയി മുട്ടടാ. ഇത്തരം ചില ഡയലോഗുകൾ നമ്മുടെ നാടൻ ഭാഷയിൽ മുമ്പുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് വീണ്ടും ഓർക്കാൻ കാരണം MT എന്ന ഒരു മഹാ വ്യക്തിത്വം പല മേഖലകളിൽ പ്രവർത്തിച്ച് അംഗീകാരങ്ങളും ജനങ്ങളുടെ അംഗീകാരവും സർക്കാരിൻ്റെ അംഗീകാരങ്ങളും ജ്ഞാനപീഠം വരെ കിട്ടിയ ആൾ, ആ ആളുടെ മരണസമയത്ത് ഒന്ന് രണ്ട് കീടങ്ങൾ പറയുകയാണ്. അവരുടെ തലയിൽ ഉദിച്ച ചില അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്, അല്ലാണ്ട് ഈ MTയുടെ കൃതികൾ വായിച്ചിട്ടോ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ആസ്വദിച്ചിട്ടോ ഒന്നുമല്ല. ഒരാൾ പറയുന്നത് നായരുടെ കാര്യങ്ങൾ, നായർ സർവീസ് സൊസൈറ്റിയുടെ ആളായിരുന്നു, അതിനുവേണ്ടി വക്കാലത്ത് പിടിച്ചിരിക്കുകയായിരുന്നു ഈ പറഞ്ഞ MT. അതുപോലെ എന്നാൽ മറ്റാൾക്കോ ഞാൻ വായിക്കാം. ഹൈന്ദവ സമൂഹത്തെയും അതിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇത്രയും വക്രീകരിച്ച് കാണിച്ച് കാശുണ്ടാക്കിയ മറ്റൊരു സംവിധായകനില്ല. ഒരക്ഷരത്തെറ്റുണ്ട്. മലയാളം കൂട്ടി എഴുതാൻ അറിയാത്തവനാണ് ഈ പറയുന്നത്. എന്തായാലും ചത്തവന് ആദരാഞ്ജലി നിന്ന് ഇവൻ്റെ ആദരാഞ്ജലി ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഓം ശാന്തി, ഈ ഓം ശാന്തി എന്നൊക്കെയുള്ള വാക്ക് ഈ വൃത്തികേടിൻ്റെ കൂടെ അവൻ എഴുതിയല്ലോ. അടുത്തത്, കപട സാംസ്കാരിക ലോകം പാടിപ്പുകഴ്ത്തിയ ഒരു സവർണ്ണ നായരെഴുത്തുകാരനും കൂടി അവസാനിച്ചിരിക്കുന്നു. സവർണ്ണ നായരെഴുത്തുകാരൻ, സവർണ്ണ ജാതി മേൽക്കോയ്മകൾ കുത്തി നിറച്ച് ശുദ്ധ കൃതികളുമായി ഇനിയൊരാൾ ഈ മണ്ണിൽ ഉണ്ടാകാതിരിക്കട്ടെ. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നവനാണ്? എന്താണ് MT എന്ന് ഇവൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതിൻ്റെ 7 അയലത്ത് കൂടി ഇവൻ പോയിട്ടുണ്ടോ? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കൃതിയുടെ പേര് ഭഗവത്ഗീതയും കുറേ മുലകളും എന്നാണ്. അദ്ദേഹത്തെ ഇന്നത്തെ പോലെ ഇതുപോലെ വൃത്തികേട് പറഞ്ഞിട്ടുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് എന്നാണ് ഞാൻ കരുതുന്നത്. കുറച്ചു കാലം മുമ്പ് കേട്ടതാണ് ഈ MT പണ്ട് ഒരു ചിത്രീകരണം നടത്തി നിർമ്മാല്യം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു അമ്പലത്തിൽ വെളിച്ചപ്പാടിനെ കൊണ്ട് ഭഗവതിക്ക് നേരെ തുപ്പി. അതിനുശേഷം അതിൻ്റെ പ്രായച്ചിത്തമിട്ട് അതേ അമ്പലത്തിൽ പോയി അദ്ദേഹം നമസ്കരിക്കുന്നു. അത് ഒരമ്പലം, ഇത് വേറൊരമ്പലം. പ്രായം ചെല്ലുമ്പോൾ നമുക്ക് വിശ്വാസത്തിൻ്റെ കാര്യത്തിലും പല കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടാവും. എന്തെങ്കിലും ഈ MT ഈ അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരായ സമശീർഷരായിട്ടുള്ള സിനിമാ നടന്മാരുണ്ടായിരുന്നല്ലോ, മധുവുമൊക്കെ, അവരുടെ അടുത്ത് പോയിട്ട് ഇദ്ദേഹം ഇങ്ങനെ നിന്നിട്ടുണ്ടോ, മമ്മൂട്ടി അവിടെ നിന്ന പോലെ. അപ്പോൾ അതൊക്കെ കാലത്തിൻ്റെ മാറ്റമാണ്, പ്രായത്തിൻ്റെ മാറ്റമാണ്. അത് വിചാരിച്ചിട്ട് അതൊക്കെ ഒരു മുമ്പ് ചെയ്തതിൻ്റെ തെറ്റായെന്നൊന്നും ആരും വ്യാഖ്യാനിക്കുന്നതിന് അർത്ഥമില്ല. ഈ എഴുതിയ രണ്ടാൾക്കാരും പ്രായം ചെല്ലുമ്പോൾ ഈ എഴുതിയതിനെ പറ്റി അവർ സ്വയം വിലയിരുത്തും. അന്നങ്ങനെ പറഞ്ഞില്ല, ഈ ഒരു അഭിപ്രായമായിരിക്കില്ല ഒരു 10 കൊല്ലം കഴിയുമ്പോൾ അവർക്ക്. അപ്പോൾ വായിൽ തോന്നുന്നത് എന്തും പറയാം. മഹാനായ MTയെ പറ്റി പറയാൻ ഈ പറഞ്ഞ 2 വ്യക്തികൾക്കും അവർക്കൊരു യാതൊരു അവകാശവും ഇല്ല. അവരതിനെ വളർന്നിട്ടില്ല. അവരെ കിടക്കാരോട് പോയി കളിക്കട്ടെ. നാട്ടിൽ അവർക്ക് തുല്യരായ ആൾക്കാരുണ്ടാകും, അവരോട് അവർ പോയി മുട്ടട്ടെ. MTയെ പറ്റി ഇത്രയും ഒരു സംഭാഷണം നടത്താൻ അവർ ആരുമല്ല. 1 2 പേരാണ് ഇവിടെ കണ്ടിട്ടില്ല. അത് ചിലരുടെ അങ്ങനെയാണ്, എല്ലാവരും ഒന്നും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല. ഒരാൾ പറഞ്ഞത് നായർ ഹിന്ദു മൂല്യങ്ങളൊക്കെ തകർത്തെറിഞ്ഞ എഴുത്തുകാരൻ, മറ്റ് ശുദ്ധകൃതികൾ, അതാണ് ഇയാൾക്ക് പറയാനുള്ളത്. പല സാഹിത്യകാരന്മാരെ പറ്റിയും പലതും പറഞ്ഞു. അവരെ വായിച്ചിട്ട് ഒരു തലമുറ അസ്തിത്വ ദുഃഖം ആയിട്ട് നടന്നു. അപ്പോൾ അവരൊക്കെ മരിക്കുമ്പോൾ ഇവരെന്താ പറയുക? ഇത്തരം സംഭാഷണങ്ങൾ നടത്തിയ ആൾക്കാരെ പുറത്താക്കാൻ ഞങ്ങളുടെ സംഘടനയിൽ നിങ്ങൾ വേണ്ട എന്ന് പറയാൻ അവരുടെ ആ സംഘടനയുടെ ഉയർന്ന തലത്തിലുള്ള ആൾക്കാർ വരണം.